ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം നടന്ന 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിലെ ഇംഗ്ലീഷ് ആൻസർ കീയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ. വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന പുസ്തകത്തിലെ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. ക്വസ്റ്റ്യൻ: കാറ്റിനെ വിവരിക്കാൻ പാഠഭാഗത്തുപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ ഏവ? ക്രൂരമായ കാറ്റ് ഭയപ്പെടുത്തുന്ന അലർച്ചയോടെ വീശുന്നു, മരങ്ങൾ കരയുകയും മൂളുകയും ചെയ്തു, ഇലകൾ ശീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുകയും മന്ത്രിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ: ബാംഗ്ലൂരിലെ എഴുത്തുകാരിയുടെ വീടിന്മേൽ കാറ്റ് എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്? ജനൽപ്പാളികൾ ശക്തിയായി അടിച്ചു, വാതിലുകളുടെ കൊളുത്തുകൾ താനേ തുറന്നു, വീടിനു ചുറ്റുമുള്ള മരങ്ങൾ ശബ്ദമുണ്ടാക്കി ഉലയുകയും ചെയ്തു. ക്വസ്റ്റ്യൻ: പ്രക്ഷുബ്ധമായ വിമാനയാത്രയിൽ നിന്ന് മഴയെക്കുറിച്ച് എഴുത്തുകാരി എന്ത് അനുമാനമാണ് നടത്തിയത്? എ. മഴ പെയ്യാനുള്ള സാധ്യത. ക്വസ്റ്റ്യൻ: എഴുത്തുകാരി സാധാരണയായി ജൂൺ മാസത്തിൽ സന്ദർശനം നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടാണ്? ബി. കാലവർഷത്തിന്റെ ആരംഭം ആഘോഷിക്കാൻ. ക്വസ്റ്റ്യൻ: തീവ്രത കൂടുക എന്നർത്ഥം വരുന്ന ഒരു വാക്ക് പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുക. എസ്കലേറ്റ്, വർദ്ധിച്ചു അല്ലെങ്കിൽ തീവ്രമായി. പോയം, ദ ലാഗർ ഓഫ് സെയിന്റ് ഓഗസ്റ്റിൻ. ക്വസ്റ്റ്യൻ: ബൈ സ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ എന്ന വരിയുടെ അർത്ഥമെന്താണ്? ബി. നിരന്തരമായി അല്ലെങ്കിൽ സ്ഥിരതയോടെ അധ്വാനിക്കുക. ക്വസ്റ്റ്യൻ: ആദ്യത്തെ വരികളിലെ റൈം സ്കീം കണ്ടെത്തുക. റൈം സ്കീം ABAB ആണ്. സോർ, ക്ലൈംബ്, മോർ, ടൈം. ക്വസ്റ്റ്യൻ: ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം എന്നതിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന മലമുകളിലെ കൊടുമുടികളെപ്പോലെ പ്രയാസമേറിയതോ അവ്യക്തമോ ആയ വലിയ ലക്ഷ്യങ്ങളെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. പരിശ്രമവും ക്ഷമയും ആവശ്യമുള്ള വിജയത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ക്വസ്റ്റ്യൻ: വലിയ കല്ലു പിരമിഡുകൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അടുത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പിരമിഡുകൾ കൂറ്റൻ പടവുകൾ പോലെ തോന്നും. വലിയ നേട്ടങ്ങളെല്ലാം ചെറിയ ചെറിയ ഘട്ടങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്രീസിയേഷൻ, സീ ഫീവർ. ക്വസ്റ്റ്യൻ: വിത്ത് മുളയ്ക്കാതിരുന്നപ്പോൾ ഗ്രാമവാസികൾ ആദ്യം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഡി. അവർ രവിയെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ: തോറ്റുകൊടുക്കുന്നതിനു പകരം രവി എന്തു ചെയ്യാനാണ് തീരുമാനിച്ചത്? ക്ഷമയോടും പ്രതീക്ഷയോടും കൂടി വിത്തിനെ പരിചരിക്കുന്നത് തുടരാൻ രവി തീരുമാനിച്ചു. അവൻ എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ: രവി തന്റെ സമ്പത്ത് പങ്കുവയ്ക്കുന്നത് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തു പറയുന്നു? സി. അവൻ ദയയുള്ളവനും ഉദാരമനസ്കനുമാണ്. ക്വസ്റ്റ്യൻ: ഈ കഥയുടെ ഗുണപാഠം എന്താണ്? സി. 3ഉം 4ഉം. ക്ഷമ വിജയത്തിലേക്ക് നയിക്കുന്നു, ദയയ്ക്കു പ്രതിഫലം ലഭിക്കുന്നു.